നമസ്കാരം. പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിനേറ്റ കനത്ത അടിയായിരുന്നു 10,000 സാക്ഷ്യം വഹിച്ച അയ്യപ്പ സംഗമം. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ കണ്ണ് തള്ളി എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി സർക്കാരിന്റെ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള മുഖം തിരിഞ്ഞ നിലപാടും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമൊക്കെ ചർച്ചാ വിഷയവും വിവാദവുമാക്കിക്കൊണ്ട് പരിപാടി സമ്പൂർണ്ണ വിജയമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കിണഞ്ഞു ശ്രമിച്ചു എങ്കിലും ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നതോടെ മറ്റു പാർട്ടികളുടെ ഒക്കെ വായടങ്ങി. എന്നാൽ പിന്നെ പണി കൊടുത്തിട്ട് തന്നെ കാര്യമെന്നുറപ്പിച്ചുകൊണ്ടാണ് ഒഴിഞ്ഞ കസേരയുടെ ചിത്രങ്ങൾ പരക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത നീക്കം പ്രതിപക്ഷം നടത്തിയത്. എന്നാൽ ഇത്തരം വില കുറഞ്ഞ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറവായിരുന്നുവെന്ന വാദത്തെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. 4,600 ആളുകൾ പങ്കെടുത്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചു. കളവ് പ്രചരിപ്പിക്കുന്നതിനും അടിസ്ഥാനം വേണമെന്നും കള്ളപ്രചരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട് എന്നും പറഞ്ഞ അദ്ദേഹം ശുദ്ധാസംബന്ധമാണ് പറയുന്നതെന്നും നാണവും മാനവും ഇല്ലാത്ത പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്നും ആരോപിച്ചു. കോൺഗ്രസ് ആണ് ഇത്തരം ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നും ലോക പ്രശസ്തമായ വിജയമാണ് സംഗമത്തിന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തെങ്കിലും കൊടുക്കുന്നതിന് നാണവും മാനവും വേണമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നും ഒഴിഞ്ഞ കസേരകൾ AI ദൃശ്യങ്ങൾ മാത്രമാകുമെന്നും തുറന്നടിച്ചു. ആഗോള അയ്യപ്പ സംഗമം ഫ്ലോപ്പാണെന്ന ആരോപണത്തിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി VN വാസവനും രംഗത്തെത്തിയിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ കണക്ക് സഹിതമാണ് മന്ത്രിയുടെ മറുപടി. ആഗോള അയ്യപ്പ സംഗമത്തിൽ 4,126 പേർ പങ്കെടുത്തതായി മന്ത്രി വിശദീകരിച്ചു. സംഘാടകർ പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തം കൊണ്ട് സംഗമം വലിയ വിജയമായി എന്നാണ് മന്ത്രി പറഞ്ഞത്. വിദേശത്തു നിന്നടക്കം 3,000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാം ഇരിക്കാനാകും വിധമുള്ള മികച്ച സൗകര്യത്തോടെയായിരുന്നു വേദിയടക്കം സജ്ജമാക്കിയിരുന്നത്. എന്നാൽ രജിസ്ട്രേഷൻ തന്നെ 5,000-നടുത്തെത്തിയെന്ന് മന്ത്രി വ്യക്തമാക്കി. 4,126 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 1,819 പേർ കേരളത്തിൽ നിന്നുള്ളവരും 2,125 പേർ കേരളത്തിന് പുറത്തുനിന്നുള്ളവരുമായിരുന്നു. 182 അന്താരാഷ്ട്ര പ്രതിനിധികളാണ് ആഗോള സംഗമത്തിൽ പങ്കാളികളായത്. വിദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ശ്രീലങ്കയിൽ നിന്നാണ്. 39 പേരാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയത്. മലേഷ്യയിൽ നിന്ന് 13 പേരും അമേരിക്കയിൽ നിന്ന് 5 പേരുമാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അബുദാബിയിൽ നിന്ന് മാത്രം 18 പേരും ദുബായിൽ നിന്ന് 16 പേരും സംഗമത്തിനെത്തി. ഷാർജയിൽ നിന്ന് 19, അജ്മാൻ 3, ബഹ്റൈൻ 11, അങ്ങനെ സൗദിയിൽ നിന്ന് 2 പേർ അടക്കം സംഗമത്തിനെത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 2,125 പേരാണ് കണക്കുപ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1,545 പേർ പങ്കെടുത്തു. ആന്ധ്രയിൽ നിന്ന് 90, തെലങ്കാനയിൽ നിന്ന് 182, കർണാടകയിൽ നിന്ന് 184 പേരും എത്തി. മഹാരാഷ്ട്രയിൽ നിന്ന് 43, പോണ്ടിച്ചേരിയിൽ നിന്ന് 53, ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും 4 പേർ വീതവും എത്തി. ഡൽഹിയിൽ നിന്ന് 2 പേരും ഹരിയാനയിൽ നിന്ന് ഒരാളും എത്തിയപ്പോൾ ഒഡീഷയിൽ നിന്ന് 12 പേരാണ് സംഗമത്തിലെത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടതോടെ കസേരകൾ കാലിയായെന്നും പിന്നീട് നടന്ന സെമിനാറുകളെല്ലാം ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കിയാണ് നടന്നതെന്നുമായിരുന്നു ഉയർന്ന ആരോപണം. പരിപാടിയിൽ കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇതിനിടെയാണ് സംഗമത്തിൽ പങ്കെടുത്തവരുടെ കണക്ക് മന്ത്രി പുറത്തുവിട്ടത്. പരാതിരഹിതമായാണ് സംഗമം നടന്നതെന്നും നേരത്തെ 3,000 പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ 5,000-നടുത്ത് എത്തിയിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കി. 5,000-ഓളം കസേരകളും ഇവിടെ സജ്ജമാക്കിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം പകപോക്കലിനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി കേരളം കണ്ട ഒരു മികച്ച സംഗമത്തെ വില കുറച്ചു കാണിക്കുന്നത് നാടിനോടുള്ള ദ്രോഹം കൂടിയാണ് എന്ന് പ്രതിപക്ഷം ഓർത്താൽ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച